ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ കരി എഴുതുന്നു, കണ്ണെങ്ങനെ എഴുതുന്നു എന്നുള്ളൊരു വീഡിയോ ആട്ടോ എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരേ രീതിയിൽ അല്ല എഴുതുന്നത്, ഒരു 3-4 രീതിയിൽ എപ്പോഴും കരി എഴുതാനായിട്ട് ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഒരേ രീതിയിൽ എഴുതുമ്പോൾ എന്തോ ഒരു ബോറാണ്. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയൊക്കെ ഇരുന്ന്, അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മിയുടെ ഐലൈനറാണ് കേട്ടോ. അത് നന്നായിട്ട് ഞാൻ കുലുക്കിയെടുക്കുകയാണ്, എന്നിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ഇത് കാണിച്ചു തരാം, കണ്ടെഴുതുന്നത് എങ്ങനെയെന്ന്. മിററില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ വെച്ചിട്ട് കാണിക്കുന്നത്. സൈഡ് തിരിച്ചിട്ട് ഇങ്ങനെ മേൽ ഭാഗത്ത് ഇങ്ങനെ എഴുതി കൊടുക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അടിഭാഗത്തൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അത് തമ്മിലൊരു ജോയിൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഈ താഴെ നിന്ന് ഇങ്ങനെ ആദ്യത്തെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇത് എപ്പോഴും ഇങ്ങനെ വാരി ഇങ്ങനെ ഇട്ട് നടക്കാറില്ല. ഇതൊരുപാട് ഹെവി പോലെ എനിക്ക് തോന്നിക്കും. അപ്പോൾ ഞാൻ ചില ടൈമിൽ ഇങ്ങനെ ഇല്ല. അടുത്തതെന്ന് വെച്ചാൽ ഞാനിതുപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ ലാക്മിയുടെ കാജൽ യൂസ് ചെയ്തിട്ട് താഴെ വശം ഒന്ന് വരച്ചു കൊടുക്കും. കാണിക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഇപ്പോഴും ചെയ്യാറില്ല, കല്യാണം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങി പോവാറ്. ഒന്നൊരു ഹെവി ലുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്നും ഒരുങ്ങാറില്ല. അപ്പോൾ ആ ഒരു കരിവരപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈല് കാണിക്കാം. നമുക്കിപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഒരേപോലത്തെ ഇപ്പോൾ കരിയായിരുന്നാലും ഇടുന്നത് ഭയങ്കര ഹെവി ആയിട്ട് ഇടുന്നത് ശരിക്കും എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. അപ്പോൾ രണ്ടിടത്തും ഇങ്ങനെ ഇതുപോലെ തന്നെ വേറൊരു ലുക്ക് തോന്നിക്കുന്നില്ലേ? വേറെ എവിടെ നമ്മൾ വരച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ അറ്റത്തൊന്നും ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഷാർപ്പ് ചെയ്തൊന്ന് ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഇവിടെ ശരിക്കും എനിക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ നമ്മൾ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കരി വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും വരയ്ക്കുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഒന്ന് കാണാൻ അത്രയ്ക്കൊന്നും ഹെവി ആയിട്ട് തോന്നിക്കുകയില്ല, പക്ഷെ നല്ല സ്റ്റൈലിഷുമാണ്. അതിങ്ങനെ ഒരു സ്റ്റൈലെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാജൽ മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കുന്ന ഒരു ഇതാണ്. ഇത് എപ്പോഴും ചെയ്യാറില്ല, ചുരിദാറൊക്കെ ഇടുന്ന ട്രഡീഷണലായിട്ട് ഇടുന്ന സമയത്ത് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അണ്ടർ ഐ ഡാർക്ക്നെസ്സൊക്കെ ഒരുപാട് വരുന്നതാണ് ഈ ഒരു സംഭവം എനിക്ക് ഇട്ടാൽ. എപ്പോഴും ഒരു ആകെ ഇരുണ്ടിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും മുകൾ ഭാഗത്ത് വരയ്ക്കാൻ മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ അതെങ്ങനെയും നോക്കാം. അപ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് നമ്മുടെ ഈ കണ്ണിൻ്റെ എൻഡ് ഭാഗത്ത് വന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു സൈഡ് മൊത്തം ഒന്ന് ഡാർക്ക് ചെയ്ത് ഒന്ന്
മൊത്തം സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വേറൊരു ലുക്ക് കിട്ടും. ആ ഒരു അറ്റത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അപ്പുറത്തെ കണ്ണിൽ ഞാൻ സെയിം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു അറ്റത്ത് ഇങ്ങനെ കുറച്ച് ഡാർക്കാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം അല്ലാത്ത രീതിയിൽ അധികം കട്ടിയില്ലാത്ത രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വേറൊരു ലുക്കാട്ടോ ഇത് ചെയ്യുന്ന ഇതിൽ സമയത്ത് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ലുക്ക്. ശരിക്കും നല്ല ഭംഗിയായിട്ടിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് സ്പ്രെഡായിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ലൊരു ഭംഗിയാണ് ഇതിടുന്ന സമയത്ത്. നമ്മൾ ആനസിത്താരയൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ സമയത്തും ഇത് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇവിടെ അത്രയും സ്പ്രെഡാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഐലൈനർ ഇടുന്നത്. പിന്നെ 2-3 രീതിയിലും കൂടെ ഒക്കെ ഇടുന്നുണ്ട്, അതൊന്നും കാണിക്കാൻ കൊള്ളത്തില്ല, കാരണം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിങ്ങനെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്താം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം കൂടെ കൂടണം. ഓക്കെ.